ഹലോ ഡിയേഴ്സ്, എക്സാം സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിത് തേർഡ് മൊഡ്യൂളിലെ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഫോർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് മാത്രമല്ല, ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ വരുന്ന ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ഇതെല്ലാം നമ്മളിത് ഇന്ന് നോക്കുന്നതായിരിക്കും. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. സോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ഫോർ ഫങ്ഷൻസ് ഓഫ് ടു വേരിയബിൾസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കാനുണ്ട് കേട്ടോ. എന്താണ് ലോക്കൽ മാക്സിമം, എന്താണ് ലോക്കൽ മിനിമം, അങ്ങനെ കുറച്ച് ഡെഫിനിഷൻസ് നമുക്ക് പഠിക്കാനുണ്ട്. ജസ്റ്റ് അതൊന്ന് നോക്കാം. ലെറ്റ് f of xy be defined on a region R containing the point AB, then f of AB is a local maximum value if f of AB greater than or equal to f of xy for all domain points of xy in an open disk centered at AB. അതായത് നമ്മളിപ്പോൾ ഒരു റീജിയൻ എടുക്കുവാണെങ്കിൽ, ഇങ്ങനെ ഒരു റീജിയൻ എടുക്കുക. അപ്പോൾ ഈ റീജിയനിൽ ഒരു സെൻട്രൽ പോയിന്റ് ആണ്, ലെറ്റ് ഇറ്റ് ബി എ ബി എന്നിരിക്കട്ടെ. അപ്പോൾ ഈ റീജിയനിൽ എയും ബിയും ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആറിലാണെന്ന് വിചാരിക്കുക, റീജിയൻ ആർ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഫംഗ്ഷൻ ലെറ്റ് ഇറ്റ് ബി ഏതാണ് നമ്മുടെ ഫംഗ്ഷൻ, ഗിവൺ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് വൈ ആണ്. എഫ് ഓഫ് എക്സ് വൈ ആണ് നമ്മുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. So let f of xy be defined in a region, this region R, continuing the point AB, then the point AB is local maximum. നമ്മൾ എടുത്തിരിക്കുന്ന ഈ പോയിന്റ് ലോക്കൽ മാക്സിമം ആകും. എപ്പോഴാണ് ലോക്കൽ മാക്സിമം എന്ന് വിളിക്കാൻ പറ്റുക? ഫംഗ്ഷൻ്റെ വാല്യൂ, നമ്മുടെ ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് എ കോമ ബി, എ ബി എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമ്മൾ ഫംഗ്ഷൻ്റെ വാല്യൂ എടുക്കുവാണെങ്കിൽ നമുക്ക് എഫ് ഓഫ് എക്സ് വൈ നമുക്കറിയാം. ഈ എഫ് ഓഫ് എ ബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ദാ പോയിന്റ് എ ബിനെ നമുക്ക് ലോക്കൽ മാക്സിമം എന്ന് പറയാം. എന്തെന്ന് പറയാം? ലോക്കൽ മാക്സിമം എന്ന് പറയാം. അതാണ് ഫസ്റ്റ് ഡെഫിനിഷൻ ഇവിടെ കൊടുത്തേക്കുന്നത്. എഫ് ഓഫ് എ ബി എന്ന് പറയുന്നത് ലോക്കൽ മാക്സിമം എന്ന് വിളിക്കുന്നത് എപ്പോഴാ? വെൻ എഫ് ഓഫ് എ ബി ഫംഗ്ഷൻ്റെ വാല്യൂ അറ്റ് ദ പോയിന്റ് എ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണെങ്കിൽ നമുക്ക് ലോക്കൽ മാക്സിമം എന്ന് എന്തിനെ വിളിക്കാം? എഫ് ഓഫ് എ ബിനെ ലോക്കൽ മാക്സിമം എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ എഫ് ഓഫ് എ ബി ഈസ് എ ലോക്കൽ മിനിമം. എഫ് ഓഫ് എ ബി ലോക്കൽ മിനിമം എന്ന് വിളിക്കുന്നത് എപ്പോഴാണ്? ആ കണ്ടീഷനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. വെൻ എഫ് ഓഫ് എ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എ ബി നമ്മൾ എടുക്കുകയാണ്, അത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എഫ് ഓഫ് എ ബി ക്യാൻ ബി കാൾഡ് എസ് എ ലോക്കൽ മിനിമം എന്ന് വിളിക്കാം. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കൂടുതൽ മനസ്സിലാകും കേട്ടോ. നോക്കിക്കേ, ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. എന്താണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് നോക്കിക്കേ. ദ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. ഈ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് ആണ് നമ്മളിപ്പോൾ നോക്കിയ ഏത്? ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം. ഈ ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം വാല്യൂസ് ആർ കാൾഡ് വാട്ട്? ലോക്കൽ എക്സ്ട്രീം അല്ലെങ്കിൽ റിലേറ്റീവ് എക്സ്ട്രീം പോയിന്റ്സ് എന്നൊക്കെ പറയുന്നത് ലോക്കൽ മാക്സിമം ആൻഡ് ലോക്കൽ മിനിമം പോയിന്റ്സ് ആണ്. ഓക്കെ, അടുത്തത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് എന്ന് വെച്ചാൽ ഇഫ് എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം, നമ്മുടെ എഫ് ഓഫ് എക്സ് വൈക്ക് ഒരു ലോക്കൽ മാക്സിമമോ അല്ലെങ്കിൽ ലോക്കൽ മിനിമം വാല്യൂ എവിടെ കിട്ടുകയാണ്? അറ്റ് ആൻ ഇൻറ്റീരിയർ പോയിന്റ് എ ബി. എ ബി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് ഓഫ് എക്സ് വൈക്ക് ഒരു ലോക്കൽ മാക്സിമം വാല്യൂവോ അല്ലെങ്കിൽ മിനിമം വാല്യൂ കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ if the first partial derivative exists, then fx of ab equal to 0, fi of ab equal to 0. അതായത് എന്താ പറഞ്ഞിരിക്കുന്നത്? if f of xy has a local maximum or minimum at an interior point ab of its domain and dou f by dou x and dou f by dou y exist, then dou f by dou x at the point AB equal to 0, dou by dou x of f of AB equal to ഇത് y ആണ്, equal to 0 ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. എഫ് ഓഫ് എക്സ് വൈക്ക് ഒരു ലോക്കൽ മാക്സിമം ലോക്കൽ മിനിമം വാല്യൂ
എവിടെ ഉണ്ടാവും? അറ്റ് ദ ഇന്റീരിയർ പോയിന്റ് എ ബിയിൽ ഉണ്ടാവുകയും അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ഡോ എഫ് ബൈ ഡോ എക്സ് ഡോ എഫ് ബൈ ഡോ വൈ എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. എന്നാൽ അറ്റ് ദ പോയിന്റ് എ കോമ ബി, അതായത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് ഓഫ് എ ബി എടുക്കുമ്പോൾ 0 കിട്ടുകയും ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് ഓഫ് എ ബി എടുക്കുമ്പോൾ 0 കിട്ടുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം എന്താണ്? എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ ലോക്കൽ മാക്സിമം ഓർ ലോക്കൽ മിനിമം വാല്യൂ അറ്റ് ആൻ ഇന്റീരിയർ പോയിന്റ് എ ബി എന്ന് പറയാം. ഓക്കെ, മനസ്സിലായോ? ഇതാണ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ക്രിട്ടിക്കൽ പോയിന്റ്? An interior point of the domain of a function f of xy where both fx and fy are 0 or when one or both of fx and fy do not exist is a critical point of f. അതായത് ഒരു ഫംഗ്ഷൻ നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞിട്ടല്ല നമ്മൾ എടുക്കുന്നത്. ഈ എഫ് ഓഫ് എക്സ് വൈയിൽ ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യുകയാണ്, ലെറ്റ് എ ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ഞാൻ ചൂസ് ചെയ്യാണ്. അപ്പോൾ ഇതൊരു ക്രിട്ടിക്കൽ പോയിന്റ് ആകുന്നത് എപ്പോഴാണ്? അതിൻ്റെ കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്രിട്ടിക്കൽ പോയിന്റ് ആകുന്നത് എപ്പോഴാന്ന് വെച്ചാൽ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ബോത്ത് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ എന്ന് പറയുന്നത് 0 ആകണം. അല്ലെങ്കിൽ വൺ ഓർ ബോത്ത് ഡോ എഫ് ബൈ ഡോ എക്സ് ആൻഡ് ഡോ എഫ് ബൈ ഡോ വൈ ഡു നോട്ട് എക്സിസ്റ്റ്. അതായത് ഡോ എഫ് ബൈ ഡോ വൈയോ അല്ലെങ്കിൽ ഡോ എഫ് ബൈ ഡോ എക്സോ എക്സിസ്റ്റ് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ രണ്ടും എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കറസ്പോണ്ടിങ് പോയിന്റ് നമുക്ക് എന്തെന്ന് പറയാം? ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ഡെഫിനിഷൻ എന്താ? വാട്ട് ഈസ് സാഡിൽ പോയിന്റ്? ഈ ക്രിട്ടിക്കൽ പോയിന്റും സാഡിൽ പോയിന്റും ഒക്കെ നിങ്ങൾക്ക് എ പാർട്ടിൽ 3 മാർക്സിനൊക്കെ ചോദിക്കാം കേട്ടോ. അതുകൊണ്ട് പഠിച്ചു വെച്ചേരെ, അതിൻ്റെ കണ്ടീഷൻസ് ഒന്ന് പഠിച്ചു വെച്ചേരെ കേട്ടോ. അടുത്ത് നോക്കിക്കുക, സാഡിൽ പോയിന്റ്. എ ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഹാസ് എ സാഡിൽ പോയിന്റ് അറ്റ് എ ക്രിട്ടിക്കൽ പോയിന്റ് എ ബി if in every open disk centered at a comma b there are domain points xy where f of xy greater than f of ab and domain points where f of xy less than f of ab. The corresponding points ab, f of ab on the surface z equal to f of xy is called a saddle point. So saddle point എന്ന് പറയുമ്പോൾ a point f of ab can be a point ab, a point a comma b, ab can be said to be a saddle point of the function if condition എന്താണ്? f of a comma b എന്ന് പറയുന്നത് greater than f of xy. കുറച്ച് പോയിന്റ്സിൽ നമ്മൾ എഫ് ഓഫ് എ ബി എടുക്കുമ്പോൾ എഫ് ഓഫ് എക്സ് വൈനേക്കാളും കൂടുതൽ മീൻസ് ഗ്രേറ്റർ വാല്യൂ വരികയും എന്നാൽ ചിലയിടങ്ങളിൽ എഫ് ഓഫ് എ ബി എടുക്കുമ്പോൾ ലെസ് ദാൻ എഫ് ഓഫ് എക്സ് വൈ വരികയും ചെയ്താൽ നമുക്ക് എന്തെന്ന് പറയാം? ദാറ്റ് പോയിന്റ് എ ബി ക്യാൻ ബി സെറ്റ് ടു ബി എ സാഡിൽ പോയിന്റ്. ഓക്കെ, അപ്പോൾ ആ രണ്ട് കണ്ടീഷൻസും പഠിച്ചു വെച്ചു. ഈ കണ്ടീഷൻസ് പഠിക്കാൻ മിസ് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈ കണ്ടീഷൻസ് നമ്മൾ ഇട്ടിട്ടാണ് പ്രോബ്ലംസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ കണ്ടീഷൻസ് നല്ലപോലെ പഠിച്ചു വെക്കാൻ പറയുന്നത്. ഓക്കെ, അടുത്തത് എന്താണ് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്? വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്താണ്? സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ and its first and second partial derivatives are continuous throughout a disk centered at AB and that fxab and fyab equal to 0. അതായത് നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ എടുക്കുകയാണ്. ഒരു ഫംഗ്ഷൻ നമ്മൾ ചൂസ് ചെയ്തു, എഫ് ഓഫ് എക്സ് വൈ എന്നൊരു ഫംഗ്ഷൻ ചൂസ് ചെയ്തു. അതിൻ്റെ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള എഫ് എക്സ് നമ്മൾ എടുത്തു, എഫ് എക്സ് എടുത്തു, എഫ് വൈ എടുത്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാണ് എന്താണ്? എഫ് എക്സ് ഓഫ് എ ബി എന്ന് പറയുന്ന പോയിന്റിൽ പാർഷ്യൽ ഡെറിവേറ്റീവ്സ് എടുത്തപ്പോൾ 0 കിട്ടി. എ ബി എന്ന് പറയുന്ന പോയിന്റിൽ എഫ് വൈ ഓഫ് എ കോമ ബി എടുത്തപ്പോൾ നമുക്ക് 0 കിട്ടി. അതാണ് ഫസ്റ്റ് കണ്ടീഷൻ കിട്ടുകയും അങ്ങനെയാണെങ്കിൽ എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം, എഫിന് ലോക്കൽ മാക്സിമം ഉണ്ടാകാനുള്ള കണ്ടീഷൻ എന്താണ്? എഫിനൊരു ലോക്കൽ മാക്സിമം ഉണ്ടാകാം എപ്പോൾ? വെൻ എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0യും എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0യും ആവുകയാണ് അറ്റ് എ കോമ ബി. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസ് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എഫ് ഹാസ് എ ലോക്കൽ മാക്സിമം അറ്റ് എ ബി. ഇനി എഫ് ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് എ ബി കണ്ടീഷൻ എന്താണ്? എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 അറ്റ് എ കോമ ബി.
and f has a saddle point. എപ്പോഴാ saddle point വരിക? fxx fyy minus fxy the whole square, fxy square, not the whole square, fxy square less than 0 at ab വരാണെങ്കിൽ f has a saddle point എന്ന് പറയാം. And the test is inconclusive at ab when എപ്പോഴാണ് fxx fyy minus fxy square equal to 0 വരെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ഈസ് ഇൻകൺക്ലൂസീവ് എന്ന് പറയുമ്പോഴത്തേക്കും ടെസ്റ്റ് ഫെയിൽ ആണ് എന്ന് നമ്മൾ പറയും. ടെസ്റ്റ് ക്യാൻ ബി സെറ്റ് ടു ബി ഫെയിൽ. ഓക്കെ, സോ ഇൻ ദിസ് കേസ് വി മസ്റ്റ് ഫൈൻഡ് സം അതർ വേ ടു ഡിറ്റർമൈൻ ദ ബിഹേവിയർ ഓഫ് എഫ് അറ്റ് എ കോമ ബി. അപ്പം ഇത്രയും കണ്ടീഷൻസ് നമ്മൾ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കണ്ടെത്തുന്നത്? ലോക്കൽ എക്സ്ട്രീം, ഒരു പർട്ടിക്കുലർ പോയിന്റ് അത് ലോക്കൽ മിനിമം ആണോ ലോക്കൽ മാക്സിമം ആണോ എന്നൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 3 കണ്ടീഷൻസ് വെച്ചിട്ടാണ്. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ 3 കണ്ടീഷൻസ് ഉണ്ടല്ലോ, എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0, എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ദ ഹോൾ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0, അതുപോലെ എഫ് എക്സ് എക്സ് greater than 0, fxx fyy minus fxy square greater than 0. അടുത്ത സാഡിൽ പോയിന്റ് fxx fyy minus fxy square less than 0. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? പ്രോബ്ലംസ് ക്ലിയർ ആയിട്ട് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായോ? ക്യാൻ യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ലോക്കൽ എക്സ്ട്രീം വാല്യൂസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ആദ്യം എന്താ പഠിച്ചത്? എന്താണ് ലോക്കൽ മാക്സിമം, എന്താണ് ലോക്കൽ മിനിമം എന്ന് പറയുന്ന കണ്ടീഷൻസ് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡെറിവേറ്റീവ് ടെസ്റ്റ്, ദെൻ വാട്ട് ഈസ് ക്രിട്ടിക്കൽ പോയിന്റ്, വാട്ട് ഈസ് സാഡിൽ പോയിന്റ്, സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ഫോർ ലോക്കൽ എക്സ്ട്രീം വാല്യൂസ്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. ഇനി എന്ത് വേണം? പ്രോബ്ലം ചെയ്യാം കേട്ടോ. ഓക്കെ, നോക്കിക്കേ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3x മൈനസ് 3y പ്ലസ് 4. ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീമ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ലോക്കൽ എക്സ്ട്രീമ എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഗിവൺ ഫംഗ്ഷനിൽ നമുക്ക് ലോക്കൽ മാക്സിമം, ലോക്കൽ മിനിമം, ക്രിട്ടിക്കൽ പോയിന്റ്സ് ഇവയൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ലോക്കൽ മാക്സിമയാണോ ലോക്കൽ മിനിമയാണോ ആ പോയിന്റ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കും ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീമ, ഒരു ഗിവൺ ഫംഗ്ഷൻ തന്നിട്ട് ഫൈൻഡ് ദ ലോക്കൽ എക്സ്ട്രീമ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നോക്കിക്കേ, ഫസ്റ്റ് നമുക്ക് എന്താ തരുന്നത്? ഒരു ഗിവൺ എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ അടുത്ത് ചെയ്യേണ്ടത് എഫ് എക്സ് എടുക്കുക, എഫ് എക്സ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, ദെൻ ടേക്ക് എഫ് വൈ, ദെൻ ഇക്വേറ്റ് ഇറ്റ് ടു 0. ഓക്കെ, ടേക്ക് എഫ് എക്സ്, ദെൻ ഇക്വേറ്റ് ഇറ്റ് ടു 0, then fi equate it to 0. Then what we have to calculate, ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് fxx of a comma b. അതായത് fx equal to 0, fi equal to 0 ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? we will get the critical point. നമുക്ക് എന്ത് കിട്ടും കുട്ടികളെ? ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടും. ക്രിട്ടിക്കൽ പോയിന്റ് എ ബി കിട്ടും. then fxx കാൽക്കുലേറ്റ് ചെയ്യാം, then fyy കാൽക്കുലേറ്റ് ചെയ്യുക at the point a comma b. then f xy a comma b ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ. ദെൻ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ കണ്ടീഷൻസ്, അതായത് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻസ് നമ്മൾ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിനകത്ത് പഠിച്ചതാണ്. വി ഹാഡ് ഓൾറെഡി സ്റ്റഡീഡ് ഇൻ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ്. ഓക്കെ, വി എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് ലെസ് ദാൻ 0 ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? ലോക്കൽ മാക്സിമ എന്ന് പറയാം. ലോക്കൽ മാക്സിമ അറ്റ് എ കോമ ബി എന്ന് പറയാം. സെക്കൻഡ് കണ്ടീഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ദെൻ ചെക്ക് വെദർ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 along with fxx greater than 0. that ഈ condition satisfy ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can say that f has a local minimum. f has a local minimum at ab. Then what is the third condition? fxx fyy minus fxy square less than 0. then we can say that saddle point AB is a
സാഡിൽ പോയിന്റ്. എ ബി എന്ന് പറയുന്നത് എന്തെന്ന് പറയാം? സാഡിൽ പോയിന്റ് എന്ന് പറയാം. നാലാമത്തെ ടെസ്റ്റ് എന്ന് പറയുന്നത് എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഈക്വൽ ടു 0 ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇൻകൺക്ലൂസീവ്, ഓർ വി ക്യാൻ സേ ദാറ്റ് ടെസ്റ്റ് ഈസ് എ ഫെയിൽ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? എഫ് എക്സ് എടുത്ത് എഴുതുക, എഫ് എക്സ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, എഫ് എ 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ആ ക്രിട്ടിക്കൽ പോയിന്റ്, ദാറ്റ് മീൻസ് എ ബി എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. എഫ് എക്സ് എക്സ് കാൽക്കുലേറ്റ് ചെയ്യുക, എഫ് വൈ വൈ എടുക്കുക, എഫ് എക്സ് വൈ എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ കണ്ടീഷൻസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യും കേട്ടോ. സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? വെദർ the given point is local maxima or local minima ആണോ, അല്ലെങ്കിൽ എന്താണ് സാഡിലാണോ, അല്ലെങ്കിൽ ടെസ്റ്റ് ഫെയിൽ ആണോ എന്നുള്ളത് നമുക്ക് കൺക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് വരാം. വാട്ട് ഈസ് ദ ക്വസ്റ്റ്യൻ? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3x മൈനസ് 3y പ്ലസ് 4. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ നമുക്ക് അതൊന്നുകൂടെ ഒന്ന് എഴുതിയെടുത്തിട്ട് ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ് എല്ലാം ചെയ്ത് നോക്കാം. സോ ഗിവൺ എഫ് ഓഫ് എക്സ് വൈ, വാട്ട് ഈസ് എഫ് ഓഫ് എക്സ് വൈ? നമുക്ക് തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് എന്താ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3x മൈനസ് 3y പ്ലസ് 4. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോ എഫ് ബൈ ഡോ എക്സ് കാൽക്കുലേറ്റ് ചെയ്യണം. ഡോ എഫ് ബൈ ഡോ എക്സ്, വാട്ട് ഈസ് ദാറ്റ്? ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3x മൈനസ് 3y പ്ലസ് 4, റൈറ്റ്? ഇസ് ഈക്വൽ ടു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ എന്താ? 2x പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് വൈ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ വൈ മിസ് പുറത്തെടുത്ത് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 1 അല്ലേ. അപ്പോൾ y ഇൻറ്റു 1 പ്ലസ് വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് 0 പ്ലസ് 3xൻ്റെത് എന്ത് കിട്ടും? 3. 3y-ൻ്റെ 0, 4-ൻ്റെതും 0. അപ്പോൾ ബാക്കിയുള്ള ടേംസ് 0 ആണ്. അപ്പോൾ ബാക്കി നമുക്ക് എന്താ കിട്ടുക? 2x പ്ലസ് വൈ പ്ലസ് 3. ഇതാണ് നമ്മുടെ എന്താ ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറയുന്നത്. ഡോ എഫ് ബൈ ഡോ എക്സ് നമുക്ക് കിട്ടി. നെക്സ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്താണ്? ഡോ എഫ് ബൈ ഡോ വൈ എടുക്കുക. ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3x മൈനസ് 3y പ്ലസ് 4, റൈറ്റ്? വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് സ്ക്വയർ 0 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് വൈ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻറ്റ് പുറത്തെടുത്തു ഇൻറ്റു ഡോ വൈ ബൈ ഡോ വൈ, ദാറ്റ് ഈസ് 1 പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സ്ക്വയർ 2y, ഡോ ബൈ ഡോ വൈ ഓഫ് 3x 0, ഡോ ബൈ ഡോ വൈ ഓഫ് മൈനസ് 3y മൈനസ് 3, ഡോ ബൈ ഡോ വൈ ഓഫ് 4 കോൺസ്റ്റൻറ്റ് 0 ആണ്. നമുക്ക് എന്താ കിട്ടിയത്? ഇവിടെ എന്താ കിട്ടിയത്? എക്സ് പ്ലസ് 2y മൈനസ് 3, ഇത്രയും കിട്ടിയല്ലേ. അപ്പം നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്താ നമുക്ക് ചെയ്യേണ്ടത്? നമുക്ക് കിട്ടിയേക്കുന്ന ഇക്വേഷൻ, നമുക്ക് എന്താ ഇക്വേഷന് കിട്ടിയത്? 2x പ്ലസ് വൈ പ്ലസ് 3, സെക്കൻഡ് വൺ എക്സ് പ്ലസ് 2y പ്ലസ് പ്ലസ് അല്ല മൈനസ് 3. ഇതിന് എന്ത് ചെയ്യണം? 0ക്ക് ഇക്വേറ്റ് ചെയ്യണം. ഓക്കെ, അതായത് നമ്മൾ എഫ് എക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക, എഫ് ഐ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് അത് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. സോൾവ് ചെയ്ത് എക്സും വൈൻ്റെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ 2x ആണ്, ഇവിടെ x ആണ്, ഇവിടെ y, ഇവിടെ 2y, ഇവിടെ 3, ഇവിടെ മൈനസ് 3. അപ്പോൾ നമുക്ക് ഒരു വേരിയബിൾ എലിമിനേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇവിടെ മിസ് ചെയ്യാൻ പോകുന്നത് y എലിമിനേറ്റ് ചെയ്യാൻ പോവാണ്. ഇവിടെ y-ൻ്റെ കോഎഫിഷ്യൻ്റ് 2 അല്ലേ, ആ 2 കൊണ്ട് ഫസ്റ്റ് ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. 2 ഇൻറ്റു ഇക്വേഷൻ എ ഇംപ്ലൈസ് 2 ഇൻറ്റു ഇക്വേഷൻ എ മൈനസ് ഇവിടെ y-ൻ്റെ കോഎഫിഷ്യൻ്റ് 1 അല്ലേ, ആ 1 കൊണ്ട് 1 ഇൻറ്റു ഇക്വേഷൻ ബി. ഓക്കെ, ഇത് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് ഇക്വേഷൻ എന്ത് കിട്ടും? 2x പ്ലസ് വൈ പ്ലസ് 3 ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം അന്നേരം ഫസ്റ്റ് തെറ്റിപ്പോയല്ലോ, 2 ഇൻറ്റു എ അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെയാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 2 ഇൻറ്റു എ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 2x ദാറ്റ് ഈസ് 4x പ്ലസ് 2 ഇൻറ്റു വൈ ദാറ്റ് ഈസ് 2y പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 6 ഈക്വൽ ടു 0.
അടുത്തത് 1 ഇൻറ്റു ബി മീൻസ് അത് അതുപോലെ തന്നെ എഴുതുക. എക്സ് പ്ലസ് 2y മൈനസ് 3 ഈക്വൽ ടു 0. ഓക്കെ, ഇത്ര നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് അന്നേരം നമുക്ക് എന്താ കിട്ടുക? 4x മൈനസ് എക്സ് ചെയ്യുമ്പോൾ 3x, 2y മൈനസ് 2y ചെയ്യുമ്പോൾ 0. അടുത്ത് 6 മൈനസ് -3, 6 മൈനസ് -3 ആണ്. ദാറ്റ് ഈസ് 6 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. 6 പ്ലസ് 3 ഈക്വൽ ടു 9. അപ്പോൾ 3x ഇസ് ഈക്വൽ ടു 3x പ്ലസ് 9 ഈക്വൽ ടു 0. 3x ഈക്വൽ ടു -9, x ഇസ് ഈക്വൽ ടു -9/3, ദാറ്റ് ഈസ് -3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് -3 എന്ന് പറഞ്ഞിട്ടാണ് കിട്ടിയത്. നമുക്കിനി y കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? ഇപ്പം നോക്കിക്കേ, അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഇക്വേഷൻ എടുക്കാം. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 2y മൈനസ് 3 ഈക്വൽ ടു 0. എക്സിന് എന്ത് കൊടുക്കാം? -3 കൊടുക്കാം. -3 പ്ലസ് 2y മൈനസ് 3 ഈക്വൽ ടു 0. -3 -6. അപ്പോൾ 2y മൈനസ് 6 ഈക്വൽ ടു 0. 2y ഈക്വൽ ടു 6 ആൻഡ് y ഈക്വൽ ടു 6/2, ദാറ്റ് ഈസ് 3. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് -3, വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3. സോ ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത്, ഇതാണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്. എന്താ കിട്ടിയത്? ക്രിട്ടിക്കൽ പോയിന്റ് എന്താ കിട്ടിയത്? -3, 3. ഇതാണ് നമ്മുടെ എ ബി എന്ന് പറയുന്നത്. എ ബി എന്ന് പറഞ്ഞ പോയിന്റ് ഇല്ലേ, ഇതാണ് കേട്ടോ. സോ -3, 3 ആണ് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? എഫ് എക്സ് എക്സ്, എഫ് വൈ വൈ, എഫ് എക്സ് വൈ, എഫ് വൈ എക്സ് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ വി ഹാവ് എഫ് എക്സ് എന്താ? എഫ് എക്സ് നമുക്ക് കിട്ടിയത് 2x പ്ലസ് വൈ പ്ലസ് 3. ആൻഡ് വാട്ട് ഈസ് എഫ് വൈ? എഫ് വൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് പ്ലസ് 2y മൈനസ് 3 ആണ്. ഓക്കെ, അപ്പോൾ എഫ് എക്സിൻ്റെ വാല്യൂ 2x പ്ലസ് വൈ പ്ലസ് 3, എഫ് വൈൻ്റെ വാല്യൂ എക്സ് പ്ലസ് 2y മൈനസ് 3. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് എക്സ് എക്സ്. എഫ് എക്സ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈ മേളിലുള്ള ഈ എഫ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ്. ഓക്കെ, ഡോ ബൈ ഡോ എക്സ് ഓഫ് എഫ് എക്സ്, ദാറ്റ് ഈസ് 2x പ്ലസ് വൈ പ്ലസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടും? ഡോ ബൈ ഡോ എക്സ് ഓഫ് 2x, ദാറ്റ് ഈസ് 2. ബാക്കി വൈ പ്ലസ് 3ൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ നമുക്ക് എഫ് എക്സ് എക്സിൻ്റെ വാല്യൂ കിട്ടിയേ. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് എഫ് വൈ വൈ, ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് വൈ. എഫ് വൈ എന്ന് പറഞ്ഞാൽ ഇതാണ് എക്സ് പ്ലസ് 2y മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു ഡോ ബൈ ഡോ വൈ ഓഫ് എക്സ് 0, ഡോ ബൈ ഡോ വൈ ഓഫ് 2y 2, ഡോ ബൈ ഡോ വൈ ഓഫ് -3 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എഫ് വൈ വൈൻ്റെ വാല്യൂ 2 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ദെൻ വി നോ ദാറ്റ് എഫ് എക്സ് വൈ ഈക്വൽ ടു എഫ് വൈ എക്സ് ആണ്. ഇത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ സോ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? എഫ് എക്സ് വൈ എന്ന് പറയുമ്പോൾ എഫ് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ ദാറ്റ് ഈസ് ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സ്. എഫ് എക്സിൻ്റെ വാല്യൂ എന്താണ് കുട്ടികളെ? 2x പ്ലസ് വൈ പ്ലസ് 3 അല്ലേ? ആണല്ലോ. അപ്പോൾ ഡോ ബൈ ഡോ വൈ ഓഫ് 2x 0, ഡോ ബൈ ഡോ വൈ ഓഫ് വൈൻ്റെ വാല്യൂ 1 ആണ്, ഡോ ബൈ ഡോ വൈ ഓഫ് 3ൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ വാല്യൂ? എന്ത് കിട്ടി? ഡോ ബൈ ഡോ വൈ ഓഫ് എഫ് എക്സിൻ്റെ വാല്യൂ ചെയ്തപ്പോൾ നമുക്ക് 1 ആണ് കിട്ടിയത്. അത് തന്നെയാണ് എന്ത്? എഫ് വൈ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വാല്യൂസ് കിട്ടിയിട്ടുണ്ട്. എഫ് എക്സ് എക്സ് കിട്ടി, എഫ് വൈ വൈ കിട്ടി, പിന്നെ എന്ത് കിട്ടി? എഫ് എക്സ് വൈ, എഫ് വൈ എക്സ് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സോ നൗ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ കാൽക്കുലേറ്റ് ചെയ്യാം. വാട്ട് ഈസ് എഫ് എക്സ് എക്സ്? നമുക്ക് എന്താ കിട്ടിയത്? എഫ് എക്സ് എക്സ് 2 അല്ലേ? വാട്ട് ഈസ് എഫ് വൈ വൈ? അത് നമുക്ക് 2 എന്ന് തന്നെ കിട്ടി. അപ്പോൾ 2 ഇൻറ്റു 2 മൈനസ് വാട്ട് ഈസ് എഫ് എക്സ് വൈ? ദാറ്റ് ഈസ് 1. അതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ 1 സ്ക്വയർ. ചെയ്ത് നോക്കിക്കേ നിങ്ങൾ. 2 ഇൻറ്റു 2 4, 4 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ് കുട്ടികളെ? 3. 3 ഗ്രേറ്റർ ദാൻ 0 അല്ലേ? ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് എന്താ കിട്ടിയത്? എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 3 ആണ് കിട്ടിയത്. ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇനി എഫ് എക്സ് എക്സ് നിങ്ങളെടുത്തേ. സെക്കൻഡ് കണ്ടീഷൻ എഫ് എക്സ് എക്സ്, അതിൻ്റെ വാല്യൂ 2 ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടിയേക്കുന്നത്? എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ ഗ്രേറ്റർ ദാൻ 0, എഫ് എക്സ് എക്സും ഗ്രേറ്റർ ദാൻ 0. നമ്മളിനി ആ ഒരു ഡെറിവേറ്റീവ് ടെസ്റ്റിലോട്ട് പോകാം. എന്താണ് ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്?
കിട്ടിയേക്കുന്നത് ഈ ഒരു സെക്കൻഡ് കണ്ടീഷനാണ് നമുക്കിവിടെ സാറ്റിസ്ഫൈ ചെയ്ത് വന്നേക്കുന്നത്. അതായത് എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എഫ് ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് എ ബി എന്ന് പറയാം കേട്ടോ. എഫ് ഹാസ് എ ലോക്കൽ മിനിമം അറ്റ് എ ബി. സോ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഹാസ് then f has local minimum at a b. നമുക്കിവിടെ പോയിന്റ് എന്താ കിട്ടിയത്? -3,3 ആൻഡ് ദിസ് വാല്യൂ, ആ വാല്യൂ ഇവിടെ നിങ്ങളൊന്ന് എഴുതി വെക്കണം കേട്ടോ പരീക്ഷയ്ക്ക്. ആൻഡ് ദിസ് വാല്യൂ വാല്യൂ എന്ന് പറയുന്നത് എന്താ? എഫ് ഓഫ് -3,3 which is equal to, നമുക്കറിയാം എഫ് ഓഫ് എക്സ് വൈ നമുക്ക് ക്വസ്റ്റിൽ തന്നിട്ടുണ്ട്. എത്രയാണ് കുട്ടികളെ പറഞ്ഞത് നിങ്ങൾ? എക്സ് സ്ക്വയർ പ്ലസ് എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 3x മൈനസ് 3y പ്ലസ് 4 ആണല്ലോ. ഇനി എഫ് ഓഫ് -3 ചെയ്തേ. എക്സിന് -3യും വൈക്ക് 3യും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് ഈക്വൽ ടു -3 ആൻഡ് വൈ ഈക്വൽ ടു 3. വി ഗെറ്റ് വാട്ട്? എഫ് ഓഫ് എക്സ് വൈ. എഫ് ഓഫ് എക്സ് വൈ അറ്റ് -3,3 ചെയ്യാം. -3ൻ്റെ സ്ക്വയർ നമുക്ക് എന്താ കിട്ടുക? -3 സ്ക്വയർ പ്ലസ് -3 ഇൻറ്റു 3 ദാറ്റ് ഈസ് -9 പ്ലസ് 3ൻ്റെ സ്ക്വയർ അല്ലേ? വൈ സ്ക്വയർ ദാറ്റ് ഈസ് 3ൻ്റെ സ്ക്വയർ ചെയ്യുമ്പോൾ 9 പ്ലസ് 3 ഇൻറ്റു എക്സ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു -3 ദാറ്റ് ഈസ് -9 മൈനസ് 3 ഇൻറ്റു y that is 3 into 3 again -9 plus 4 ആണല്ലോ. ഇത് നമുക്ക് എന്ത് കിട്ടും? -3ൻ്റെ സ്ക്വയർ 9 പ്ലസ് 9 -9 പ്ലസ് 4 പ്ലസ് 9 -9 ക്യാൻസൽ പ്ലസ് 9 ക്യാൻസൽ -9 പ്ലസ് 4 എന്താണ് കുട്ടികൾ നമുക്ക് കിട്ടുക? -5. ഓക്കെ, മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ എക്സ്ട്രീം വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് വന്ന ആ സ്റ്റെപ്സ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഓക്കെ, എഫ് ഓഫ് എക്സ് വൈ നമുക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് ലോക്കൽ എക്സ്ട്രീമാണ് ചോദിച്ചേക്കുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എഫ് എക്സ് എഫ് വൈ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് 0ക്ക് ഇക്വേറ്റ് ചെയ്ത് ക്രിട്ടിക്കൽ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ എഫ് എക്സ് എക്സ് എഫ് വൈ വൈ എഫ് എക്സ് വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ദെൻ നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് കണ്ടീഷൻ നമ്മൾ നോക്കി. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എഫ് എക്സ് എക്സ് എഫ് വൈ വൈ മൈനസ് എഫ് എക്സ് വൈ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് എഫ് എക്സ് എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണ് വന്നേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലോക്കൽ മിനിമം എന്ന് പറയാം. എന്നിട്ട് ലോക്കൽ മിനിമം വാല്യൂ നമ്മൾ അറ്റ് ദ പോയിന്റ് എ ബി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ നിങ്ങൾ? അപ്പോൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ കൂടുതൽ പ്രോബ്ലംസ് മിസ് അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ടെലിഗ്രാം വഴിയോ അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ വഴിയോ ചോദിക്കാവുന്നതാണ്. സോ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.